ഇന്ന് നമ്മൾ നോക്കുന്നത് ലെറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ലെറ്ററിംഗ് എന്ന് പറയുന്നത്. അതിൽ ഡബിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങും സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ നമ്പേഴ്സ് ഉണ്ട്. അതിൽ വെർട്ടിക്കൽ ലെറ്ററിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഈ ഡബിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്റേഴ്സാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 2 സ്ട്രോക്ക് ഉണ്ട്, അതായത് കുറച്ച് തിക്നെസ് കൂടുതലായിട്ടാണ് അത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ലെറ്റേഴ്സ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ റേഷ്യോ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. 7:5 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോയിലാണ് ഇത് വരയ്ക്കേണ്ടത്. 7:5 എന്നുള്ള റേഷ്യോ കേട്ടോ. അതായത് 7 ഹൈറ്റ് ആണെങ്കിൽ 5 അതിൻ്റെ വിടുത്തായിട്ട് നമ്മൾ എടുക്കണം. ഓരോ ലെറ്ററിൻ്റെയും വിടുത്താണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതായത് 7 അവർ ഉദ്ദേശിക്കുന്നത് ഒരു 7 യൂണിറ്റുകളാണ്. അതായത് ഇത് നമുക്ക് 7 ഭാഗമാക്കി തിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 mm വെച്ചിട്ട് അതിനെ 7 ഭാഗമാക്കിയിട്ട് തിരിക്കാം, അല്ലെങ്കിൽ 3 mm വെച്ചിട്ട് 7 ഭാഗമാക്കി തിരിക്കാം, അല്ലെങ്കിൽ 2 mm വെച്ചിട്ട് 7 ഭാഗമാക്കി തിരിക്കാം, ഇനി 6 mm വെച്ചിട്ട് 7 ഭാഗമാക്കി തിരിക്കാം. അതായത് എത്ര കള്ളികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ 7 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കള്ളികളുടെ സൈസ് നമുക്ക് തീരുമാനിക്കാം. 3 mm വേണോ 5 mm വേണോ. നമ്മുടെ ഷീറ്റിലും നമ്മൾ വരയ്ക്കുമ്പോഴും നമുക്ക് കുറച്ച് വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഏത് അളവാണോ നല്ലത് ആ അളവ് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് 5 mm വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് വരച്ച് നോക്കാം എന്നുള്ളത് നോക്കാം. സെവൻ 7:5 എന്നുള്ള റേഷ്യോയിലാണല്ലോ നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ 7 ഹൈറ്റ് വരുന്നത്, 5 ആണ് അതിൻ്റെ വിടുത്ത് വരുന്നത്. അതായത് 7 യൂണിറ്റ് ഹൈറ്റ് ആണെങ്കിൽ 5 യൂണിറ്റ് ആയിരിക്കും ആ ലെറ്ററിൻ്റെ വിടുത്ത് വരേണ്ടത്. ആ രീതിക്കാണല്ലോ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 7 യൂണിറ്റ് ആക്കുന്നത്, ഞാൻ ഒരു ഭാഗം 5 mm വെച്ചിട്ടാണ് ആക്കുന്നത്. 5 mm ആണ് ഒരു ഭാഗം എടുക്കുന്നത്. അപ്പോൾ 5 × 7 ചെയ്യുമ്പോൾ 35 mm ആയിരിക്കും മൊത്തം ഹൈറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 35 mm ഒരു ബോക്സ് വരച്ചു കൊടുക്കുകയാണ് ആദ്യം. കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിനെ ഞാൻ 7 ഭാഗമാക്കി തിരിക്കാൻ പോവാണ്. അപ്പോൾ ഒരു ഭാഗം 5 mm വെച്ചിട്ടാണ് ആക്കുന്നത് കേട്ടോ. 5 mm മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം 1 2 3 4 5 6 7 ഭാഗമാക്കി തിരിഞ്ഞിട്ടുണ്ട്. ഇനി അതിനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ അറ്റം വരെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ലെങ്ത്ത് നമ്മളങ്ങനെ പറയുന്നില്ല. എത്രയാണോ നിങ്ങൾക്ക് ലെങ്ത്ത് വരുന്നത് അത്രയും ലെങ്ത്ത് എടുത്ത് വരയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഇത്രയും ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്തിലോട്ടും അല്ലെങ്കിൽ ലെങ്ത്തിലോട്ടും നമ്മൾ എന്ത് ചെയ്യണം, 5 mm വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ആ റേഷ്യോ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഭാഗം കൂടെ ഇങ്ങനെ 5 mm മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വെർട്ടിക്കൽ ലൈൻസ് കൂടെ വരച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടിന്യൂസ് നമ്മൾ എത്രയാണോ ലെങ്ത്ത് എടുത്തത് അത്രയും ഭാഗത്ത് നിങ്ങൾ ആ ലെറ്റേഴ്സ് കംപ്ലീറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിക്ക് വരച്ചു കൊടുക്കുക. അത് ഞാൻ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലെറ്റേഴ്സ് എഴുതി നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എ എന്നുള്ള ലെറ്ററാണ് എഴുതാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി എ മുതലുള്ള ലെറ്റേഴ്സ് എഴുതി നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഡ്ത്ത് നമ്മൾ അല്ലെങ്കിൽ ഹൈറ്റ് 7:5 എന്നുള്ളതാണല്ലോ നമ്മുടെ റേഷ്യോ. അതിൽ ഈ 7 എന്നുള്ളതാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ഹൈറ്റ് ഞാൻ 5 mm വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് വേണമെങ്കിൽ 3 mm വെച്ചോ 2 mm വെച്ചോ 4 mm വെച്ചോ ഒക്കെ ഡിവൈഡ് ചെയ്യാം. പക്ഷേ 7 എണ്ണം വേണമെന്നേ ഉള്ളൂ. ഇനി ഇതിന് ലെങ്ത്ത് വരുന്നത് നമുക്ക് എത്ര ലെറ്റേഴ്സാണോ എഴുതാൻ ആവശ്യമുള്ളത് അത്രയും ലെങ്ത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ എത്രയാണോ നമ്മൾ ഓരോന്നും അളവെടുത്തത് അതേ അളവ് തന്നെ ഇങ്ങോട്ടേക്കും കൊടുക്കണം എന്നുള്ളത് മാത്രമേ നിർബന്ധമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് എ എന്നുള്ള ലെറ്ററാണ്.
കോമൺ ആയിട്ട് 7:5 ആണ് റേഷ്യോ പറയുന്നതെങ്കിലും ഇതിൽ ചില ലെറ്റേഴ്സിനൊക്കെ റേഷ്യോയിൽ മാറ്റം ഉണ്ടാവും. ഹൈറ്റ് എല്ലാത്തിനും സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ വിഡ്ത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പോൾ എ എന്നുള്ള ലെറ്റർ ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ പറയുന്നത് 7:6 ആണ് കേട്ടോ. അപ്പോൾ 7 ഹൈറ്റും 6 അതിൻ്റെ വിഡ്ത്തും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ചില ലെറ്റേഴ്സിനൊക്കെ ഇങ്ങനെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എ എന്നുള്ള ലെറ്റർ എഴുതി നോക്കാം കേട്ടോ. ഇത് ഡബിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ കട്ടി കൂട്ടിയിട്ടായിരിക്കും വരയ്ക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. സിക്സ് ആണല്ലോ വിടുത്ത് വേണത്. അപ്പോൾ ആ 6ൻ്റെ ഏകദേശം സെൻറ്ററിലോട്ടായിട്ടായിരിക്കും എൻ്റെ ആ കൂർത്ത ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ കോർണറിൽ നിന്ന് ഞാനിത് ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1, 2, 3, 4, 5, 6 ഈ 6ാമത്തതിലോട്ടായിരിക്കും അതിൻ്റെ മറ്റേ എൻഡ് വരുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഡബിൾ ലെയർ ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. തിക്നെസ് നിങ്ങൾ ഒരു ഏകദേശമായിട്ട് എടുക്കണം കേട്ടോ. ഇനി എയുടെ സെൻറ്ററിലുള്ള ലൈനും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതേ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ പെൻസിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് വൃത്തിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എ എന്നുള്ള ലെറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ 1, 2, 3, 4, 5, 6 6ആണ് അതിൻ്റെ വിടുത്ത് വന്നത് ആൻഡ് ഹൈറ്റ് 7. അപ്പോൾ 7:6 എന്നുള്ള റേഷ്യോയിലാണ് നമ്മുടെ എ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ വന്നിട്ടുള്ളത്. ഇനി അടുത്ത നമുക്ക് ബി എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ നോക്കാം. ബി സെയിം ഈ പറഞ്ഞ പോലെ തന്നെ 5 ആയിരിക്കും അതിൻ്റെ വിടുത്ത് വരുന്നത്. അപ്പോൾ ബി എന്നുള്ള ലെറ്റർ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി 1, 2, 3, 4, 5 5ആണ് വിടുത്ത് വരുന്നത്. അപ്പോൾ 5 കള്ളി അത് മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ച് എളുപ്പം ഉണ്ടായിരിക്കും ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് ബിയുടെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കർവായിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. അല്ലാത്ത രീതിക്ക് അത് സ്കെയിൽ വെച്ചൊന്നും വരയ്ക്കരുത്. കർവ്ഡ് പോർഷൻസൊക്കെ നമ്മളെപ്പോഴും ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ബിയുടെ തിക്നെസ് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റ്നെസ്സിലൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. കർവൊക്കെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രഞ്ച് കർവോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ കർവോ ഒക്കെ യൂസ് ചെയ്തിട്ടൊക്കെ കർവ് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടെ വൃത്തിയിൽ കിട്ടും കേട്ടോ കർവ്സൊക്കെ. ബിയുടെ സ്റ്റെമ്മും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് അതിൻ്റെ തിക്നെസ്സും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബി എന്നുള്ള ലെറ്ററും കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ടാണ് വരച്ചിട്ടുള്ളത്. നിങ്ങൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടൊക്കെ മിനി ഡ്രാഫ്റ്ററൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ബിയുടെ റേഷ്യോ വന്നത് നോർമൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 7:5 എന്നുള്ള റേഷ്യോയിലാണ് വന്നത്. ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ ഏകദേശം അതേ റേഷ്യോയിൽ തന്നെയാണ് പോകുന്നത്. ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ മാത്രം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ സി ആണെങ്കിൽ കണ്ടോ 1, 2, 3, 4, 5 ഇതും 7:5 റേഷ്യോയിലാണ്. ഡി നമുക്ക് 7:5 റേഷ്യോയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ 7:5 ആണ്. പക്ഷേ ഈയുടെ ഈ സെൻറ്ററിലുള്ള സ്റ്റെമ്മ് മാത്രം ഒരു കള്ളി പുറകോട്ടാക്കിയിട്ടാണ് ഇവർ ഫില്ല് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എഫ് 7:5 ആണ്. പക്ഷേ ഈ സെൻറ്ററിലുള്ള സ്റ്റെമ്മ് വരയ്ക്കുമ്പോൾ 2 എണ്ണം ഒഴിവാക്കിയിട്ട് വേണം സെൻറ്ററിലുള്ള സ്റ്റെമ്മ് വരയ്ക്കാൻ. പിന്നെ അത് ഈ ജി ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എച്ച് ഒക്കെ 7:5 ആണ്. ഐ വരയ്ക്കുമ്പോൾ മാത്രം നിങ്ങൾ നോക്കിയേ, ഐ വരയ്ക്കുമ്പം 7:1 എന്നുള്ള റേഷ്യോയിലാണ് വരുന്നത്. അതായത് ഒറ്റ ഇത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 7:1 എന്നുള്ള റേഷ്യോയിലാണ് വരുന്നത്. ഇനി ജെ വരയ്ക്കുമ്പോൾ 7:4 എന്നുള്ള റേഷ്യോയിലാണ് വരുന്നത്. കെ
7:6 എന്നുള്ള റേഷ്യോയിലാണ് എം വരുന്നത്. അപ്പോൾ എമ്മിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എമ്മിൻ്റെ ഇതേ നടുവിലുള്ള ഭാഗം താഴെ ടച്ച് ചെയ്യണം കേട്ടോ. ടച്ച് ചെയ്തിട്ട് വേണം എം വരയ്ക്കാൻ. ഇനി എൻ വരുന്നത് 6 ആണ്, 7:6 റേഷ്യോയിലാണ്. ഒ വരുന്നത് 7:5 ആണ്. സോറി, എൻ വരുന്നത് 7:5 റേഷ്യോയിലാണ്. ഒ വരുന്നത് 7:5 ആണ്. പി വരുന്നത് 7:5 ആണ്. ദേ ക്യു, ആർ, എസ്, ടി, യു, വി വരെ 7:5 എന്നുള്ള റേഷ്യോയിലാണ് പോകുന്നത്. പക്ഷേ ഇനി ഡബ്ല്യു വരയ്ക്കുമ്പോൾ മാത്രം നിങ്ങളൊരു സ്പെഷ്യാലിറ്റി ശ്രദ്ധിക്കണം. ഡബ്ല്യുയുടെ താഴെ ഭാഗത്തുള്ള റേഷ്യോ 7:6ഉം മേലെ വരുന്നത് അത് 7:8 ആണ്. അതായത് ഇവിടെ 8 കള്ളികളിലാണ് ഡബ്ല്യുൻ്റെ ഈ ഭാഗം വരുന്നത്. താഴെ ഭാഗം 6 കള്ളികളുമാണ് വരുന്നത് കേട്ടോ. ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് 7:5 എന്നുള്ള റേഷ്യോയിലാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 ആൾക്കാർ, ഒന്ന് എ ആണ്. എയുടെ റേഷ്യോ വരുന്നത് 7:6 ആണ്. ദെൻ ഐയുടെ റേഷ്യോ വരുന്നത് 7:1 ആണ്. പിന്നെ അതുപോലെ തന്നെ ജെ വരുന്നത് 7:4 ആണ്. എം വരുന്നത് 7:6 ആണ്. പിന്നെ അതുപോലെ വരുന്ന ഒരാൾ ഡബ്ല്യു ആണ് കേട്ടോ. അപ്പോൾ ഡബ്ല്യുവിൽ ശ്രദ്ധിക്കേണ്ടത്, ഡബ്ല്യു ദേ ഇങ്ങനെയാണ് വരുന്നത്. മേലെ ഭാഗം കുറച്ച് വൈഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 8 കള്ളികളും ദേ ഇവിടെ 6 കള്ളികളുമാണ് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വരയ്ക്കണേ. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് 7:5 എന്നുള്ള കോമൺ റേഷ്യോ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ലെറ്റേഴ്സിന് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇവരെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ കേർവ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരയ്ക്കുക. അത് എന്താണ് സ്കെയിൽ വെച്ച് വരയ്ക്കരുത്. 0, O, പിയുടെ, ആറിൻ്റെ, എസിൻ്റെ ഒക്കെ കർവുകളൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഫ്രഞ്ച് കർവോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ കർവോ ഒക്കെ യൂസ് ചെയ്തിട്ട് ആ കർവ്സ് വരയ്ക്കുക. അല്ലാതെ സ്കെയിൽ വെച്ചിട്ട് അത് വരയ്ക്കരുത്. പിന്നെ പറയാനുള്ളത്, ഇതിൽ ഇതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ചെയ്തത് ഡബിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്റേഴ്സാണ്. ഇതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പെർഫെക്റ്റ് ആയിട്ട് റേഷ്യോ നോക്കി തന്നെ വരയ്ക്കാം കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇത് ചെയ്തിട്ടുള്ളൊരു ഷീറ്റിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, താങ്ക് യു.